കേരള സർവകലാശാല രജിസ്ട്രാർ സ്ഥാനത്ത് തൽക്കാലം തുടരാൻ മിനി കാപ്പനോട് VC-യുടെ നിർദ്ദേശം. തന്നെ രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്തു നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു മിനി കാപ്പന്റെ ആവശ്യം. പകരം ക്രമീകരണം ഒരുക്കാമെന്നും വൈസ് ചാൻസലർ മിനി കാപ്പന് ഉറപ്പു നൽകി. അശ്വിൻ ഡിയാഗോ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അശ്വിൻ ഡിയാഗോ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, സർവകലാശാലയിൽ പോര് തീരുന്നതേയില്ല. മിനി കാപ്പനോട് VC രജിസ്ട്രാർ ഇൻചാർജ് ചുമതല ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ മിനി കാപ്പൻ അത് നിഷേധിച്ചു. ഇപ്പോൾ എന്താണ് VC പറയുന്നത് മിനി കാപ്പനോട്? അരുൺ, തീർച്ചയായും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സർവകലാശാലയിലെ യുദ്ധം അത് അവസാനിക്കുന്നില്ല. VC-ക്കെതിരെ ഒരു ഭാഗത്ത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുമ്പോൾ ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ അദ്ദേഹം പുറത്ത് വിടുന്നതും. അതായത് മിനി കാപ്പനോട് തൽക്കാലം ഈ ചുമതല രജിസ്ട്രാറുടെ ചുമതലയിൽ തുടരണം എന്നുള്ളതാണ് VC ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പകരം ക്രമീകരണം ഒരുക്കാമെന്നും വൈസ് ചാൻസലർ മിനി കാപ്പന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മിനി കാപ്പൻ ഇത് സംബന്ധിച്ച ഒരു കത്ത് VC-ക്ക് നൽകിയത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തനിക്ക് ഈ സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ സ്ഥാനം ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്നൊരു മറുപടിയാണ് ഈ മിനി കാപ്പൻ VC-ക്ക് നൽകിയിരുന്നത്. ഈ ഒരു വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആദ്യമായാണ് ഒരു പ്രതികരണം വരുന്നതും എന്നതും പ്രത്യേകതയായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ VC തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തൽക്കാലം ഈ ചുമതല ഏറ്റെടുക്കണം, ഈ ചുമതലയിൽ തുടരണം എന്നുള്ള കാര്യം ഇപ്പോൾ VC തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ സിൻഡിക്കേറ്റും ഈ ഒരു വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. അച്ചടക്ക നടപടി അടക്കം സ്വീകരിക്കേണ്ടി വരും എന്നടക്കമുള്ള മുന്നറിയിപ്പുകൾ സിൻഡിക്കേറ്റും നൽകുന്നുണ്ട്. അതേസമയം തന്നെ മുൻ രജിസ്ട്രാറുടെ പ്രവേശനം അത് സംബന്ധിച്ചും വിവാദങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ രാജ്ഭവനെ തന്നെ VC സമീപിച്ചിരിക്കുകയാണ്. അനധികൃതമായാണ് അനിൽകുമാർ ഇത്തരത്തിൽ സർവകലാശാലയിലേക്ക് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രാജ്ഭവനെയും ഈ വൈസ് ചാൻസലർ സമീപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഫയലുകളൊന്നും തന്നെ ഒപ്പിടാൻ VC നിലവിൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വിവാദം കേരള യൂണിവേഴ്സിറ്റി ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. വരും ദിവസങ്ങളിലും വിവാദങ്ങൾ കടുക്കാൻ തന്നെയാണ് സാധ്യത. മാത്രമല്ല, ഇനിയുള്ള ഈ VC-യുടെ തീരുമാനങ്ങൾ അതിനിർണായകമാണ്. മാത്രമല്ല, ഗവർണറുടെയും ഈ വിഷയത്തിൽ തീരുമാനവും നിർണായകമാണ്. അരുൺ, താങ്ക് യു. അശ്വിൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്.